ചേട്ടാ നമസ്കാരം. ഹിസ്ബുള്ളയുടെ അണ്ടം വലിച്ചു കീറിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. 50% ആൾക്കാരെ അവർ തീർത്തു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. അപ്പൊ ഹിസ്ബുള്ള പറയുന്നു ഇല്ല ഇല്ല, നമുക്ക് ഇനി ആൾക്കാർ മിച്ചമുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പൊ വരുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്നലെ അലി കരാക്കി മരിച്ചു. ഇനി നസറുള്ള മാത്രമേ അവശേഷിക്കുന്നു. ടോപ്പ് ഇത് കഴിഞ്ഞ് ഇന്നൊരു കമാൻഡർ ആയിട്ടുള്ള ഹുവെയ്സ് എന്ന് പറയുന്ന ഒരാളെ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇപ്പൊ വരുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ. ഇന്ന് രാവിലെ ഒരു റിപ്പോർട്ടർ വന്നിരുന്നു, അവരുടെ വേറൊരു കമാൻഡർ ആയിട്ടുള്ള അബു മൂസ എന്ന് പറഞ്ഞ ഒരാളെ കൊലപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് നസറുള്ളയെ ആദ്യം പിടിക്കാതെ ഇവരെല്ലാം മൊത്തത്തില് ഇസ്രായേൽ കൊലപ്പെടുത്തുന്നത്? ചില ആൾക്കാര്, ചില നിരീക്ഷകന്മാർ പറയുന്നത് തലവനെ ആദ്യം തട്ടിക്കഴിഞ്ഞാൽ പിന്നീട് കമാൻഡർമാരെ മെരിക്കാനായിട്ട് എളുപ്പമായിരിക്കും എന്നാണ് പറയുന്നത്. തലവൻ നസറുള്ള ഇപ്പോഴും അവിടെ ഉണ്ട്. നസറുള്ളയെ ഇതുവരെ കീഴ്പ്പെടുത്തിയിട്ടില്ല. അത് ഇനി നമ്മൾ അറിയാത്ത നസറുള്ളയെ തട്ടിക്കഴിഞ്ഞു ഹിസ്ബുള്ള. ഇത് ഈ ഹിസ്ബുള്ളയുടെ 50% തകർത്തു എന്ന് ഇസ്രായേൽ പറയുന്ന കുറച്ച് അതിശയകരമായ ഒരു കാര്യമാണ്. അത് അത്രത്തോളം നമ്മൾ അതിനെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ തള്ളു പോലെ അതിനെ കരുതിയാൽ മതി. കാരണം 1982 ഈ ഹിസ്ബുള്ള സ്ഥാപിതമാകുന്നത്. ഏതാണ്ട് 40 വർഷം ആ സംഘടന കഴിഞ്ഞിരിക്കുന്നു. 40 വയസ്സ് പിന്നിട്ടിരിക്കുന്നു ആ സംഘടന. ഇപ്പോഴും അത് നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആ സംഘടന അത്ര ചെറുതല്ല എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു കാര്യം. കാരണം ഇസ്രായേലുമായിട്ട് അനവധി വട്ടം ഏറ്റുമുട്ടിയിട്ടുണ്ട്. 2006 ഇതേപോലെ തന്നെ വളരെ രക്തരൂക്ഷിതമായിട്ടൊരു വലിയ യുദ്ധം ഉണ്ടായിട്ടുണ്ട് ഹിസ്ബുള്ളയും ഇസ്രായേലും 2006. അപ്പോൾ അത് തകർന്നിട്ടില്ല. 40 വർഷമായിട്ട് ഇപ്പോഴും റണ്ണിങ്ങിലാണ് ആ സംഘടന. ഇതൊരു സൈനിക മറ്റ് ഈ ഭീകര സംഘടനയെ പോലല്ല. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഒരു സൈനിക സെറ്റപ്പാണ് ഇവർക്കുള്ളത്. ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്. ഖാദർ ബൺ എന്നൊക്കെ പറഞ്ഞ ഇവരുടെ പ്രധാനപ്പെട്ട മിസൈലുകൾ ഒന്നാണ്. ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്. അതുപോലെ തന്നെ ഈ മിനി ടാങ്ക്സ് ഉണ്ട്, മിനി ചെറിയ ടാങ്കുകൾ, യുദ്ധ ടാങ്കുകളുണ്ട്. പിന്നെ വിമാനങ്ങളൊന്നുമില്ല. അങ്ങനെയൊക്കെ ഒരു വലിയ സെറ്റപ്പിലേക്കില്ല. എന്നാൽ മറ്റ് ഭീകര സംഘടനകളെ അപേക്ഷിച്ച് ഇതൊരു വേറൊരു തരത്തിൽ ഇച്ചിരൂടെ ഒരു സൈന്യം പോലത്തെ ഒരു സെറ്റപ്പിലേക്കാണ്. അപ്പോ അതുകൊണ്ട് അതിന്റെ 50% നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ പ്രയാസമാണ്. കാരണം അത് നസറുള്ള തന്നെ പറയുന്ന അവരുടെ 1,00,000 പേര്, 1,00,000 പരിശീലനം നേടിയ സൈനികർ തങ്ങൾക്കുണ്ട് എന്നാണ് പറയുന്നത്. 1,00,000 എന്ന് നസറുള്ള പറയുമ്പോഴും നമുക്കൊരു 60,000 പേരെ കൂട്ടാം, അല്ലെങ്കിൽ ഒരു 50,000 പേരെ എങ്കിലും നമുക്ക് കൂട്ടാം. അദ്ദേഹം പറയുന്നതിന്റെ പകുതി എടുത്താൽ മതി. 1,00,000 എന്ന് അദ്ദേഹം പറയുമ്പോൾ നമുക്ക് 50,000 എടുക്കും. അങ്ങനെയാണെങ്കിൽ 25,000 പേരെ എങ്കിലും ഇസ്രായേലിൽ വകവരുത്തണ്ടേ ഈ ബോംബിങ്ങിൽ? അത്രയും വലിയൊരു കാഷ്വാലിറ്റി അവിടെ നടന്നിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇസ്രായേലിന്റെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആദ്യം ഇസ്രായേൽ ഇതൊരു അറ്റാക്കിന് പോകുന്നതിന് മുമ്പ് അവർ പറഞ്ഞൊരു കാര്യം, ഹിസ്ബുള്ളയുടെ 1000-ത്തോളം റോക്കറ്റ് ലോഞ്ചറുകളുണ്ട്, അത് നശിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ പ്രശ്നം തീരുമെന്നുണ്ട്. പക്ഷെ ഇപ്പോഴ് കണക്കെടുക്കുമ്പോൾ ഏതാണ്ട് 3000-നും മുകളിൽ റോക്കറ്റ് ലോഞ്ചറുകൾ അവർ നശിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. ആദ്യം 200, പിന്നെ 300, പിന്നെ 1000, പിന്നെ 1200, പിന്നെ 1600, അങ്ങനെ എല്ലാ ദിവസവും കണക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവര് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ലോഞ്ചറുകൾ അവർക്കുണ്ട് എന്നുള്ളതാണ് അവിടെ. അതാണ് ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് വെച്ചാൽ ഈ മറ്റ് ഭീകര ഗ്രൂപ്പുകളെ പോലെയല്ല ഹിസ്ബുള്ളയ്ക്ക് കുറച്ചുകൂടെ ഈ ഇസ്രായേലിന്റെ അവിടെ അവർക്ക് പോരാടി എക്സ്പീരിയൻസ് ഉണ്ട്. അവർക്ക് കുറച്ചുകൂടി ഈസിയാണ് കാര്യം. പിന്നെ വലിയ ഒരു ആയുധശേഖരമുണ്ട്. ഈ പ്രത്യേകിച്ച് ഈ മിസൈലും റോക്കറ്റിന്റെ ഒക്കെ ഒരു വലിയ ആയുധശേഖരമുണ്ട്. ഈ ടാങ്ക് വേധ മിസൈലുകൾ, അതേപോലെ തന്നെ പിന്നെ ഈ കപ്പൽ വേധ മിസൈലുകൾ, ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഇവർക്ക് അഡീഷണൽ ആയിട്ടുണ്ട്. ഇത് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ഇറാൻ കൊടുക്കുന്ന സാധനങ്ങളാണ്. ഇറാന്റെ ഒരു വലിയ പിന്തുണയോടെ കിട്ടുന്നതാണ്. ഒപ്പം തന്നെ ഇവർക്ക് സിറിയയിൽ നിന്നും നല്ലൊരു പിന്തുണ കിട്ടുന്നുണ്ട്. സിറിയ രാജ്യമായിട്ടല്ല, അവിടെയും ഇവർക്ക് നല്ലൊരു സൈന്യത്തെ പോലെ ചെയ്യും. അതായത് ലെബനൻ സൈന്യത്തെക്കാളും ശക്തി ഇവർക്കാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ലെബനന്റെ സൈന്യത്തെ പോലെ തന്നെ നമുക്ക് ഇവരെ കരുതേണ്ടി വരും. അപ്പം അത് അവരൊരു വലിയ രീതിയിലുള്ള അറ്റാക്ക് നടത്തുന്നുണ്ട്, ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമ്മൾ ഇസ്രായേലിന്റെ വാർത്തകൾ മാത്രം കാണുന്നതിനൊപ്പം തന്നെ ഇവർ തിരിച്ചടിക്കുന്നുണ്ട്. അപ്പോ ഇപ്പൊ നമുക്ക് കിട്ടിക്കുന്ന ലേറ്റസ്റ്റ് വാർത്ത, മൊസാദ് ആസ്ഥാന കേന്ദ്രത്തിലേക്ക് അവരിപ്പോൾ മിസൈൽ വിട്ടിട്ടുണ്ട്. ഈ ഖാദർ എന്ന് പറയുന്ന മിസൈൽ, അത് മൊസാദിന്റെ ആസ്ഥാനത്തേക്ക്. അപ്പൊ അത് ചെറിയ കാര്യമല്ല. അല്ല ഞാനതാ പറഞ്ഞത്, അത് ചെറിയ സംഘടനയല്ല. അപ്പൊ നമ്മൾ അവിടെ ചെറുതാക്കി കാണാൻ കഴിയില്ല. കാരണം അത്രത്തോളം സുരക്ഷാ വലയങ്ങളൊക്കെ ഉണ്ടായിട്ടും അതിന് നേരെ ഒരു മിസൈൽ തൊടുക്കാൻ അവർക്ക് കഴിയും. അതൊരു ബാലിസ്റ്റിക് മിസൈൽ ആണെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ഹിസ്ബുള്ളയായിട്ടുള്ള ഫൈറ്റ് എത്രനാൾ നീണ്ടു നിൽക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഫൈറ്റ് ആയിട്ട് വേണം ഇതിനെ കരുതാൻ. സംഭവം ലെബനൻ നേരിട്ടല്ലെങ്കിൽ പോലും ഹിസ്ബുള്ള ഒരു രാജ്യമായിട്ട് തന്നെ. കാരണം ഈ ഹമാസും ഇസ്രായേൽ പോരാട്ടവും ഇസ്രായേൽ പോരാട്ടവും രണ്ട് തരത്തിൽ വേണം നമ്മൾ അതിനെ കാണാൻ. ഹമാസിനെ അടിച്ചൊതുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ഗാസ സ്ട്രിപ്പ്, റഫ, അങ്ങനെ കുറെ ഏരിയാസ് മാത്രമേ ഉണ്ടാകുള്ളൂ. ഇത് അങ്ങനെയല്ല. ഒരു വലിയ രാജ്യത്തെയാണ് നിൽക്കേണ്ടത്. ഒന്ന്, ഈ ഗസയിലൊക്കെ പറഞ്ഞാൽ അവിടെ ഉള്ള ആൾക്കാരൊക്കെ ഓൾമോസ്റ്റ് ട്രെയിൻഡ് ആണ്. അവിടുത്തെ ജനങ്ങള്
ബോംബ് വീഴുമ്പോൾ തന്നെ തുണിയും കൈ കിട്ടുന്നതൊക്കെ പെറുക്കിക്കൊണ്ട് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാനുള്ള ട്രെയിൻ കിട്ടിയില്ല. പക്ഷെ ലെബനനിൽ ഒരു ഇടക്കാലത്തിന് ശേഷം 2006 ശേഷം ഉള്ളൊരു വലിയ അറ്റാക്കാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പൊ അവിടെ വലിയ പലായനം നടക്കുന്നുണ്ട്, റോഡുകളൊക്കെ ബ്ലോക്ക് ആകുന്നുണ്ട്, വണ്ടികളൊക്കെ പോയിട്ട് ഒരു വലിയ വിഷയം നടക്കുന്ന ഒരു സംഭവം. അവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ഈ യുദ്ധം കുറച്ചുകൂടെ നീണ്ടുപോയി കഴിഞ്ഞാൽ ഈ ഭക്ഷണം കിട്ടാതെയും മരുന്ന് കിട്ടാതെയും വെള്ളം കിട്ടാതെയും ഒക്കെ വലിയ പ്രശ്നം ഉണ്ടാകും ഈ ലെവലിൽ. അപ്പൊ അതാണ് അവരുടെ ഒരു ഇത്. ഈ ഒരു സാഹചര്യത്തിലാണ് പലരും കരുതുന്നത് ഈ ലെബനൻ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ ഇസ്രായേലിന്റെ എക്കാലത്തെ വലിയൊരു ആഗ്രഹം. ഒരുപക്ഷെ അത്തരത്തിലേക്ക് നീങ്ങുമോ എന്ന് ഭയക്കുന്നവരും ഇല്ലാതില്ല. പിന്നെ രണ്ടാമത് മനുഷ്യൻ ചോദിച്ചൊരു ചോദ്യത്തിൽ ഈ നസറുള്ള നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളവരെ കൊല്ലുന്നു, അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ യുദ്ധത്തിന്റെ ഇപ്പോൾ ഈ ഇസ്രായേലിന്റെ ഫസ്റ്റ് ടൈമിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവര് പ്രഷർ കൊടുത്തിട്ട് ഇവരെ എന്താണ് വെടിനിർത്തലിലേക്ക് എത്തിക്കുകയാണ്. അതായത് മാക്സിമം അടിച്ചു കഴിയുമ്പോഴത്തേനും ഒരു നിക്കക്കള്ളി ഇല്ലാതെ വരുമ്പോഴത്തേനും ഒരു ട്രീറ്റിയിലേക്ക് പോവുക, ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഹിസ്ബുള്ളയുടെ എല്ലാവരെയും കൊന്നൊടുക്കുക, പ്രത്യേകിച്ച് ഈ നസറുള്ളയെ പോലെയുള്ളവരെയൊക്കെ കൊന്നൊടുക്കി കഴിഞ്ഞാൽ ഹിസ്ബുള്ളയായിട്ട് പിന്നെ ചർച്ച നടത്തണമെങ്കിലോ ഇല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ പോലും മറ്റ് രാജ്യങ്ങൾക്കൊന്നും ഒരു ലീഡർ ഉണ്ടാകില്ല. സ്വാഭാവികമായി ലീഡർ ഉണ്ടെങ്കിലല്ലേ ആ ലീഡറുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ നമുക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഈ നസറുള്ളയെ മാത്രം നിർത്തുക, അവരുടെ ബാക്കിയുള്ള കമാൻഡർമാരെയൊക്കെ കൊലപ്പെടുത്തുക. ഇപ്പോ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു ലീഡർ ഉണ്ടെങ്കിലാണ് ആ ലീഡറുമായിട്ട് നമുക്ക് നെഗോസിയേഷൻ നടത്താനോ അല്ലെങ്കിൽ ചർച്ച നടത്താനോ കഴിയത്തുള്ളൂ. അപ്പൊ നസറുള്ള അവിടുന്ന് കൊല്ലാൻ പാടില്ലാഞ്ഞിട്ടില്ല, ഇല്ലെങ്കിൽ കൊല്ലാൻ കഴിയാഞ്ഞിട്ടല്ല ഇസ്രായേൽ അവരെ ഈ നസറുള്ളയെ വെറുതെ വിട്ടുന്നതും നസറുള്ള അങ്ങനെ നിലനിർത്തുന്നത്. കാരണം ഇതിനേക്കാൾ വലിയ ടീമുകളൊക്കെ അവർ എവിടെ ലോകത്ത് മുഴുവൻ പോയി കൊലപ്പെടുത്തിയെടുത്ത് അവർക്ക് ഈസി ആയിട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. പക്ഷെ അവരത് ചെയ്യാത്തതിന്റെ കാരണം നാളെ ഇതൊരു കരാറിലേക്ക് എത്തുകയാണെങ്കിൽ, ഈ ഒരു ചർച്ചയിലേക്ക് എത്തുകയാണെങ്കിൽ ഹിസ്ബുള്ള പ്രതിനിധീകരിച്ച ഒരാളുണ്ടാകണം. അത് നിലവിലെ സാഹചര്യത്തിൽ അവർക്കുള്ളത് ഈ നസറുള്ള മാത്രമേ ഉള്ളൂ. അത്തരത്തിൽ ഒരു ഒരു ലീഡർ എന്നില്ലെങ്കിൽ ലീഡർ ക്വാളിറ്റിയിലേക്ക് അവർക്ക് ഉയർത്തി കാണിക്കാൻ ഉള്ളൂ. അതാണ് യാഥാർത്ഥ്യമാണത്. കാരണം ഈ ചർച്ചയ്ക്ക് വരുന്നവർക്ക് യുദ്ധത്തിന്റെയും ഇല്ലെങ്കിൽ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും അറിയണമല്ലോ. അങ്ങനെ നോക്കുമ്പോൾ നസറുള്ള മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇസ്രായേൽ അതുകൊണ്ടായിരിക്കണം നിർത്തിക്കൊണ്ട് ഒരു കരാറിലേക്കൊക്കെ എത്തണമെങ്കിൽ പോലും ആള് വേണം. ബാക്കി അവരുടെ കമാൻഡേഴ്സിനൊക്കെയാണ് കൊല്ലപ്പെടുന്ന കമാൻഡർമാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പ്രത്യേകം ടാർഗറ്റ് ചെയ്ത കമാൻഡർമാരെയാണ് ഇസ്രായേൽ കൊല്ലുന്നത്. ഈ ഹിസ്ബുള്ളയുടെ ഒരു രീതി അവര് ഈ ലെബനിലെ പല പ്രവിശ്യകളാക്കി തിരിച്ചുകൊണ്ട് ആ പ്രവിശ്യകൾക്കൊക്കെയാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ ഈ കുബൈസ് എന്ന് പറയുന്ന ആള് മിസൈൽ ചീഫ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹം ഈ ദക്ഷിണ ലെബനൻ ഈ ഹിസ്ബുള്ളയുടെ കമാൻഡറാണ്. അതായത് തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ളയുടെ കമാൻഡർ. അങ്ങനെ ഈ ഓരോ ഏരിയ തിരിച്ചിട്ടൊക്കെയാണ് ഇവർ കൊടുക്കുന്നത്. അപ്പം ഇസ്രായേലിന് ഏറ്റവും കൂടുതൽ ദോഷം വരുത്തുന്നവരെ മാത്രമാണ് അവർ ടാർഗറ്റ് ചെയ്ത് കൊല്ലുന്നത്. അപ്പൊ അങ്ങനെയും കൂടെ ഒരു സംഭവം ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഈ യുദ്ധം ഇങ്ങനെ തുടർന്ന് പോകുന്നു എന്നുള്ളത് ഇപ്പൊ ഈ ഹിസ്ബുള്ളയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ ഹമാസിനെ പോലെയല്ല, വലിയ ആയുധശേഖരമുണ്ടെന്ന്, വലിയ തുരങ്കങ്ങളുണ്ട്, വലിയ സെറ്റപ്പ് ഉണ്ട്. ഈ ഹമാസിനെ പോലത്തെ ഒരു സംഭവമല്ല. അതല്ല, അവർക്ക് സ്വന്തമായിട്ട് നിന്ന് പോരാടാൻ ഒരു രാജ്യവുമുണ്ട്. ഒരു രാജ്യമുണ്ട്, അവർക്ക് രാജ്യമുണ്ട്, ഒരു മണ്ണുണ്ട്. ആ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് അങ്ങോട്ടേക്ക് ഈ റോക്കറ്റ് വിട്ടാൽ മതി. ഒപ്പം തന്നെ ഇവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇപ്പൊ ഹിസ്ബുള്ള ഈ ഹമാസിന് കിട്ടാത്തതും ഈ ഹിസ്ബുള്ളക്ക് കിട്ടുന്നതുമായ ഒരു മേൽക്കൈ എന്താന്ന് ചോദിച്ചാൽ ഹിസ്ബുള്ള മിലേഷ്യൻസ് ആണ്, ഈ ഇറാന്റെ ആളുകളാണ്. അപ്പൊ ഷിയായ അപ്പൊ ഇവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഹൂത്തികൾ തയ്യാറാകുന്നുണ്ട്. ഇവരെ സഹായിക്കാനായിട്ട് ഇറാഖിലുള്ള മിലീഷ്യൻസ് ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ റോക്കറ്റും ഒക്കെ ഇസ്രായേലിൽ നിറക്കി വിടുന്നുണ്ട്. ഇവരെ സഹായിക്കാനായിട്ട് സിറിയയിൽ നിന്ന് അതിന്റെ ബോർഡറിൽ കിടക്കുന്നവർ വരുന്നുണ്ട്. പക്ഷെ ഹമാസിന് ഈ സഹായങ്ങളൊന്നുമില്ല. ഹമാസ് ഒറ്റയ്ക്ക് തന്നെയാണ്. എന്തിനാണ് പറയുന്നത് IS പോലും ഹമാസിന് സഹായിക്കാൻ വരില്ല. മറ്റേത് അങ്ങനല്ല. ഹിസ്ബുള്ള അറ്റാക്ക് ചെയ്യുമ്പോൾ സിറിയ ഒരു ഭാഗത്ത്, യമൻ ഒരു ഭാഗത്ത്, ഇറാഖ് ഒരു ഭാഗത്ത്. ഇനി ഏറ്റവും ഒടുവിൽ അവർക്കൊരു തുറപ്പിച്ചിട്ടുള്ളത് ഇറാനാണ്. ഇറാൻ കളത്തിൽ ഇറങ്ങുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. പക്ഷെ ഇറാന്റെ സ്വരമൊക്കെ ഇപ്പൊ മാറി വരുന്നുള്ളത് വേറൊരു കാര്യം. ഇറങ്ങാൻ സാധ്യതയില്ല. പക്ഷെ അവരുടെ സ്വരം പതുക്കെ അവർ മാറ്റി തുടങ്ങിയിട്ടുണ്ട്. മാറ്റി തുടങ്ങുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സംഭവം. അതായത് ഈ ഹിസ്ബുള്ള എന്ന് പറയുന്നത് ശരിക്കും ഇറാന്റെ ഒരു പ്രോക്സി ആണെന്ന് പറയാൻ പറ്റില്ല. അവരുടെ ഒരു സഖ്യകക്ഷിയോ ഇല്ലേ അവര് തന്നെയോ ആണത്. അവര് തന്നെ ഈ സിറിയ വെച്ചിട്ടാണ് ഇവരുടെ കൂടുതൽ ട്രെയിനിങ് നടക്കുന്നത്. ഹിസ്ബുള്ളയുടെ ട്രെയിനിങ് സെന്ററുകളൊക്കെ സിറിയയിലാണ്. ഈ ഇറാൻ മിലിറ്ററി തന്നെയാണ് നേരിട്ട് ഹിസ്ബുള്ളക്ക് ട്രെയിനിങ് കൊടുക്കുന്നതും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതും ഒക്കെ. അപ്പോ സ്വാഭാവികമായിട്ട് ഹിസ്ബുള്ളക്ക് ഇങ്ങനെ വലിയ രീതിയിൽ ഒരു തിരിച്ചടി കിട്ടുമ്പോൾ അവരുടെ കമാൻഡറും ഒപ്പം എല്ലാം പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇറാന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിന്നേ പറ്റും. കാരണം ഇറാന്റെ ഒരു ബലമാണ് അവർക്കുള്ളത്. അപ്പൊ അതാണ് ഇപ്പോൾ നമുക്ക് ഇപ്പൊ നിലവിൽ നടക്കുന്ന ഒരു കാര്യം. എന്തായാലും ഈ യുദ്ധം തുടങ്ങിയിട്ട് യുദ്ധം എന്ന രീതിയിൽ ഇതിപ്പോ തുടങ്ങിയിട്ട് ഏതാണ്ട് 3 ദിവസം പിന്നിടുന്നു.
ഈ 3 ഉം. ദിവസം പിന്നിടുമ്പോഴത്തേന് വലിയ നാശനഷ്ടം തന്നെയാണ് ഈ ലെബനനിൽ വരുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഇത് ഈ അപ്രതീക്ഷിതമായ ചില നീക്കങ്ങളാണ് ഇസ്രായേൽ നടത്തിയെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഒന്ന്, ഉം. ഈ പേജർ വാക്കിട്ടോക്കി സ്ഫോടനം. ശരിക്കും പറഞ്ഞാൽ ഈ പേജർ വാക്കിട്ടോക്കി സ്ഫോടനം വന്നപ്പോൾ എല്ലാവരും കരുതിയത് അവിടെ കൊണ്ട് തീർന്നു കാര്യം, പിന്നെ ഇനി വലിയ ഉം. അറ്റാക്കുകളൊന്നും ഉണ്ടാകില്ല എന്നാണ്. പക്ഷെ അത് 24 മണിക്കൂർ കഴിഞ്ഞ് വാക്കിട്ടോക്ക് പൊട്ടിത്തെറിച്ച് 24 ഉം. മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് ഇസ്രായേൽ വലിയ രീതിയിലുള്ള ഒരു എയർ സ്ട്രൈക്ക് ആരംഭിച്ചു. അതാണ് നമ്മൾ കണ്ട ചേട്ടാ, ഒരു ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്നൊരു റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ലെബനൻ പിടിച്ചെടുക്കേണ്ട സാഹചര്യമെന്ന് ഇസ്രായേൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നത്. ഇസ്രായേലിന്റെ ലെബനന് ഇസ്രായേൽ എങ്ങനെ പിടിച്ചെടുക്കുമെന്ന് തോന്നുന്നു? ലെബനനെ അങ്ങനെ പിടിച്ചെടുത്തോണ്ട് ഇസ്രായേലിന് വലിയ മെച്ചമൊന്നുമില്ല. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് ഈ വടക്കൻ ഇസ്രായേൽ അടക്കമുള്ളിടത്ത് ഈ ലെബനന്റെ ബോർഡർ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഓക്കെ ആയി, സേഫായി. പിന്നെ ഈ ലെബനൻ കൂടെ പിടിച്ചെടുക്കും എന്ന് പറയുമ്പോൾ വേറൊരു പൊളിറ്റിക്സ് ഉണ്ട് അതിനകത്ത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഉം. ഒന്ന്, ഉം. ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് യഹൂദരെ സംബന്ധിച്ചൊക്കെ അവരുടെ ഒരു വിശുദ്ധ നഗരത്തിന്റെ ഒരു മെയിൻ പാർട്ടാണ് ഈ പറയുന്ന ലെബനൻ. ഉം. ക്രിസ്ത്യൻസിനും ഉണ്ട്, അത് ജൂതന്മാർ മാത്രമല്ല, ക്രിസ്ത്യാനികൾക്കും വലിയൊരു പാർട്ടുണ്ട്. അപ്പം അവരുടെ കൂടെ ഒരു സപ്പോർട്ട് ഇതിനുണ്ടാകും. ഓൾ ഉം. എന്താ വേൾഡ് എന്താ അന്തർദേശീയ തലത്തിൽ അതുണ്ടാകും. ഈ ക്രിസ്ത്യാനികളായിട്ടുള്ളവരൊക്കെ കൊള്ളാം ലെബനൻ. ഇപ്പൊ തന്നെ നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ലെബനന്റെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞ് ഉം. ക്രിസ്ത്യാനികൾ ഒരുപാട് പോസ്റ്റ് ഇടുന്നുണ്ട്. ക്രിസ്തു രാജ്യമായിരുന്നു അവരുടെ ഈ ബൈബിളുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ചരിത്രമുറങ്ങുന്ന ഒരു അതെ, അതെ. മണ്ണാണ് ലെബനൻ. അപ്പം അവിടെ ഇസ്രായേൽ ഈ ഒരു ഡയലോഗ് പറയുമ്പോൾ ഇതിന് കുറെ പൊളിറ്റിക്കലി കുറെ മാനങ്ങളുണ്ട് ഈ ഡയലോഗിന്. ഒന്ന്, ഈ ക്രിസ്തീയ രാജ്യങ്ങൾക്കിടയിൽ ഒരു 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 സ്പാർക്ക് കടത്തിവിടാൻ കഴിയുന്നുണ്ട്. മറ്റൊന്ന്, ഇപ്പോൾ അമേരിക്ക നടക്കുന്ന തെരഞ്ഞെടുപ്പ്, ഹിലാരി ട്രംപ് തെരഞ്ഞെടുപ്പിൽ ഇസ്രായേൽ തന്നെയാണ് അതിനകത്ത് ഒരു മെയിൻ ചർച്ചാ വിഷയമായിരുന്നു. അവിടെ ഇസ്രായേൽ കൂടെ ഉം. പറയുകയാണ്, ഞങ്ങൾ നിങ്ങൾക്ക് കൂടെ വേണ്ടിയിട്ടാണ് പോരാടുന്ന ഒരു ധ്വനി ജനിപ്പിക്കാൻ പറ്റും. ഞങ്ങൾ ഉം. ഹിസ്ബുള്ള അടിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്കും കൂടെ ഒക്കെ വേണ്ടിയിട്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പുണ്യ നഗരം ഇല്ല, നമ്മുടെ വിശുദ്ധമായ സ്ഥലങ്ങളല്ല നമുക്ക് തിരിച്ചു കിട്ടുന്നതെന്ന് പറയുമ്പോൾ എന്ത് പറ്റും? സ്വാഭാവികമായും അവിടെ ഒരു ചാഞ്ചാട്ടം ഉണ്ടാകും. അതായത് ആഗോളതലത്തിൽ ഈ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾക്കെതിരെ പോരാടുന്ന രാജ്യമായി ഇസ്രായേൽ മാറുന്നു. അതായത് ഉം. മനസ്സുകൊണ്ട് ക്രിസ്ത്യാനികൾ ഉൾപ്പെടെ ഉള്ളവര് ഇസ്രായേലിനോട് ഒപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. അതെ. കാരണം ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളും ജൂതന്മാരും തമ്മിൽ അത്ര വലിയ സുഖത്തിലായിരുന്നില്ല. പക്ഷെ ഈ ഇസ്രായേൽ അടിക്കടി ഈ ഇസ്ലാമിസ്റ്റുകളുമായിട്ട്, അതായത് ഈ പറയുന്ന ഭീകര സംഘടനകളുമായിട്ട് ഏറ്റുമുട്ടാൻ തുടങ്ങിയപ്പോൾ മുതലാണ് ഇസ്രായേലിനെ പ്രിയപ്പെട്ടവനാക്കിയത്. അങ്ങനെയാണല്ലോ ഇല്ലേ, ഉം. ശത്രുവിന്റെ ശത്രു ഉം. മിത്രം എന്ന് പറയുന്നത് പോലെ ഉം. അങ്ങനെയാണ് കൂട്ടിയത്. അപ്പൊ ഉം. അതുകൊണ്ട് ഇസ്രായേൽ പറഞ്ഞതിനകത്ത് ഒരു ഭാഗം അതാണ് പൊളിറ്റിക്കലി. പിന്നെ ഉം. മറ്റൊരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക്, ഞാൻ ഈ പറയുന്നത് പോലെ ഇസ്രായേലിന്റെ ബോർഡറിലുള്ള ഗ്രാമങ്ങൾ അല്ലെങ്കിൽ ഏരിയാസ് അത് ഇസ്രായേൽ കൈവശപ്പെടുത്താൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം ലെബനൻ ഉം. പൂർണ്ണമായിട്ട് കിട്ടിയതുകൊണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് അത് കൊണ്ട്, കാരണം അത് അങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റില്ല, ഒരു രാജ്യമാണ്. ആ രാജ്യത്തെ അങ്ങനെ പൂർണ്ണമായിട്ട് പിടിച്ചെടുക്കാൻ പറ്റില്ല. പിടിച്ചെടുത്തുകൊണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു ചെറിയ രാജ്യമൊക്കെ ആണെങ്കിൽ നമുക്കത് ക്യാച്ച് ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പൊ നമ്മളിപ്പോ പാക് ഉം. അധിനിവേശ കാശ്മീർ നമ്മള് നമ്മുടെ കൂടെ ചേർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോഴി പോകുമ്പോൾ അതിന് മുകളിൽ കൊട്ടയിട്ട് മൂടുന്ന പോലെയുള്ളൂ സംഭവം. പക്ഷെ ഇത് അതുപോലെയല്ല സാധനം. ഇത് ഉം. അതുപോലെയല്ല, കുറച്ചുകൂടി വലിയ ഒരു സംവിധാനമാണ്. അത് എല്ലാവരും അംഗീകരിക്കണമെന്നൊന്നുമില്ല. അതെ. അത്രയും വലിയൊരു സംവിധാനം കിട്ടിയിട്ട് ഇസ്രായേലിന് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. പക്ഷെ ഇസ്രായേലിന് ഉം. വേണ്ടത് അവരുടെ ഈ ഗലീലി കുന്നുകളും മറ്റുമൊക്കെ സംരക്ഷിക്കത്തക്ക രീതിയിൽ ആ ഒരു ഏരിയ, പ്രത്യേകിച്ച് അവർ തെക്കൻ ലെബനനാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാകുന്നത്. പക്ഷെ ഇവർ തെക്ക് നിന്ന് ഉം. വടക്കോട്ട് അടിക്കുന്നെന്നുള്ളതാണ്. വടക്കൻ ഈ ഇസ്രായേലിലേക്കാണ് ഇവർ ഈ മുഴുവൻ ആക്രമണം നടത്തുന്നത്. അവരെ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇപ്പൊ അവരുടെ ഏറ്റവും വലിയ തലവേദന എന്ന് പറഞ്ഞാൽ ഈ 60,000-60,000 പേര് ഈ തിരിച്ചവരെ കൊണ്ട് അവിടെ സെറ്റിൽ ചെയ്യണം. അവർ ഉം. ഇന്നലെ അല്ല, അവര് അലഞ്ഞു തിരിയാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ അവർ ഈ ഭയപ്പാടി കഴിയാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ എത്ര കഴിഞ്ഞെന്ന് അറിയാമോ? അപ്പൊ അവരെ അവിടെ നിന്ന് സ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അപ്പൊ ഏതായാലും ഈ യുദ്ധം ഓരോ ദിവസവും ഓരോ മണിക്കൂർ കഴിയുന്തോറും അത് വലിയൊരു രീതിയിലേക്ക് മാറുന്നു. ഇപ്പൊ അതെ, ലേറ്റസ്റ്റ് അതെ. കിട്ടിയ വാർത്ത ഞാൻ പറയാം, മൊസാദിന്റെ ആസ്ഥാനത്തേക്ക് അവര് ഈ ബാലിസ്റ്റിക് മിസൈൽ വിട്ടു എന്ന് പറയുമ്പോൾ തന്നെ ഈ ഹിസ്ബുള്ളെ സംബന്ധിച്ച് അവർക്കിത് വലിയൊരു പ്രസ്റ്റീജിന്റെ പ്രശ്നം കൂടിയാണ്. കാരണം അവരുടെ കമാൻഡർമാര് 10-20 കമാൻഡർമാര് മരിച്ചുപോയി, കൊല്ലപ്പെട്ടു. ഓരോ ദിവസവും അവരുടെ പ്രധാനപ്പെട്ട കമാൻഡർമാർ കൊല്ലപ്പെടുന്നു. ഒപ്പം തന്നെ ഈ പേജർ സ്ഫോടനത്തോടു കൂടി തന്നെ ഹിസ്ബുള്ളയുടെ വലിയ തിരിച്ചടിയായി. മാനസികമായിട്ട് അവർ ഭയങ്കരമായിട്ട് തകർന്നു പോയി, ഡൗൺ ആയി. അതെ. രണ്ടാമത് ഇത്. മൂന്നാമത്തേത് വലിയ രീതിയിലുള്ള എയർ സ്ട്രൈക്കുകളാണ് ലെബനനിൽ നടക്കുന്നത്. അതായത് ഈ ഉം. ലെബനനിലെ ജനം ഈ ഹിസ്ബുള്ളയാണ് തങ്ങളുടെ രക്ഷകരെന്ന് കരുതിയിരുന്ന ഒരു ജനമാണ്. കാരണം സൈന്യം അവരാണ് ഒക്കെ. പക്ഷെ അവരെ വിശ്വസിക്കുന്ന ജനത്തിന് സുരക്ഷ ഒരുക്കാൻ പോലും ഹിസ്ബുള്ളയ്ക്ക് കഴിയാത്ത സാഹചര്യമാണ്. കാരണം അതെ. ഈ ജനവാസ കേന്ദ്രങ്ങളിലെല്ലാമാണ് ഇവർ എയർ സ്ട്രൈക്ക് നടത്തുന്നത്. എന്തുകൊണ്ട് ജനവാസ കേന്ദ്രങ്ങളിൽ ഉം. അവർ ഈ ബോംബ് വാരി ഇടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീടുകളുടെ ഇന്നലെ മിനിഞ്ഞാന്ന് അവിടെ ഈ ഇസ്രായേലിന്റെ സൈനിക മേധാവികൾ തന്നെ ഈ വീടുകളിൽ നിന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിക്കുന്നതിന്റെ കാണിച്ചു തരുന്ന ദൃശ്യങ്ങൾ
വീടിന്റെ അതെ അതെ മച്ചുകളിലൊക്കെയാണ് ഈ ബാലിസ്റ്റിക് മിസൈൽ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇസ്രായേൽ അതെല്ലാം ബോംബിട്ട് കളയുന്നുണ്ട്. ഇവിടെ വലിയ രീതിയിൽ ഈ സിവിലിയന്മാർക്ക് കാഷ്വാലിറ്റി വരുന്നത്. ഇന്നലെ നടന്ന ആക്രമണത്തിൽ 35 കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. സ്ത്രീകൾ 65 പേരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഹിസ്ബുള്ളയ്ക്ക് വലിയ ക്ഷീണം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. കാരണം കാരണം അവരെ വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം ജനത്തിന് പോലും സുരക്ഷ കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം, അവരിതെല്ലാം ഇട്ടതിന്റെ ഇപ്പോൾ സിറിയയിലേക്ക് അവർ പലായനം ചെയ്യുന്ന ഒരു സാഹചര്യം, അങ്ങനെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് കുറച്ചുകൂടി എനിക്ക് തോന്നുന്ന ഈ യുദ്ധം ഒരാഴ്ച കൂടെ ഒക്കെ നീണ്ടു നിൽക്കാൻ ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ കാരണം ഇപ്പൊ ഐക്യരാഷ്ട്രസഭയുടെ ഒരു അടിയന്തര യോഗം കൂടാൻ തീരുമാനമായിട്ടുണ്ട്. ആ യോഗം കൂടിക്കൊണ്ട് ഇതിന്റെ പ്രൈമറി ചർച്ച തുടങ്ങും. ഇത് അങ്ങനെയാണല്ലോ, വെടിനിർത്തൽ എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് ചർച്ച ചെയ്ത് ആക്കാൻ കഴിയില്ല. പല തട്ടിലാണ്. അതെ ഇപ്പൊ ഇന്നലെ നമ്മൾ ഈ റഷ്യ ഉക്രൈൻ വാറിന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ വീണ്ടും സെലൻസ്കിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി, ചർച്ച നടത്തി. കൂടിക്കാഴ്ച അതെനിക്ക് തോന്നുന്നു അഞ്ചാമത്തെ തവണയാണ്. ഇവരും എല്ലാവരുമായിട്ട് സെലൻസ്കിയായിട്ടും പുടിനുമായിട്ടും ഒക്കെ ടെലിഫോണിൽ നമ്മുടെ പ്രധാനമന്ത്രി സംസാരിക്കുന്നുണ്ട്. ഇത് കൂടാതെ ഈ സെലൻസ്കിയുമായി നേരിട്ട് നടത്തുന്ന മൂന്നാമത്തേതാണ്. ഫോണിലൂടെ നേരത്തെ രണ്ടെണ്ണം നടത്തി. അപ്പൊ അതുകൊണ്ട് അഞ്ചാമത്തെ ചർച്ച ചെയ്ത്, അതായത് ഇതിനു മുമ്പ് ഉക്രൈനിൽ പോയി കണ്ടത് മാത്രമല്ല, അതിനു മുമ്പ് ഇത് ഒരു ഉച്ചകോടിക്കിടയിൽ വെച്ചിട്ട് സെലൻസ്കിയുമായി സംസാരിച്ചു, അതിന് 3 മാസം മുമ്പ്. ഇപ്പൊ കണ്ടു. ഇപ്പൊ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടാമത് വീണ്ടും കാണാൻ പോകുന്നു. അപ്പം ഇത് പലവട്ടം പല വഴിക്ക് ചർച്ച നടന്നാൽ മാത്രമേ ഈ വെടിനിർത്തലിലേക്ക് എത്താൻ കഴിയൂ. അപ്പൊ ഇപ്പോൾ ഇസ്രായേൽ ചെയ്യുന്ന കാര്യത്തിൽ ഒറ്റയടിക്ക് ഇവരുടെ ഒരു ശക്തി ചോർത്തുക, അവരെ ഇല്ലാതാക്കുക എന്നുള്ളതല്ല, ശക്തി ചോർത്തുക. കാരണം ഇവരിനി രണ്ടാമത് ഇതെല്ലാം കൂടെ ഉണ്ടാക്കി ശക്തി പ്രാപിച്ച് വരുമ്പോഴത്തേക്കും കാര്യങ്ങൾ തിരിച്ചു വരാൻ ലെവലാക്കുക എന്നുള്ളത് തന്നെയാണ്. തിരിച്ചു വരാൻ ഒരാഴ്ചത്തേക്ക് എന്തായാലും ശക്തമായ ഒരു അടി ഉണ്ടാകും എന്നുള്ള കാര്യം യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. അതെ പിന്നെ ഇനി ഈ ഒരാഴ്ചക്കുള്ളിൽ ആരൊക്കെ ഇതിനകത്ത് കയറി വീഴുമെന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത്. കാരണം ഈ സിറിയയിലേക്ക് ഒരു അത് അറ്റാക്ക് ഇസ്രായേൽ നടത്തിയിട്ടുണ്ട്. അവിടെ ഒരു തുറമുഖ നഗരമുണ്ട്, ടർക്കിസ്ത എന്ന് പറഞ്ഞിട്ടൊരു നഗരമുണ്ട്, ഒരു രണ്ടാമത്തെ വലിയ തുറമുഖ നഗരം. അതിൽ ഇന്നലെ കൊണ്ടുവന്ന് വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ. അപ്പൊ സിറിയ കൂടെ യുദ്ധത്തിലേക്ക് വരികയും ഇറാൻ വരികയും എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ കുളവായിട്ട് പോകും. അതാണ് പിന്നെ അതൊരു കരാറിലേക്ക് എത്തുക വലിയ പ്രയാസകരമായ ഒരവസ്ഥയിലേക്ക് പോകും. അപ്പൊ അങ്ങനെയാണ് അതെന്താണ് എന്നുള്ളത് കാര്യങ്ങളുടെ കിടപ്പ്. കാത്തിരുന്ന് ഇപ്പൊ കാണേണ്ടി വരും. അതെ, ഇപ്പൊ ഇസ്രായേല് ഇപ്പൊ ശക്തമായിട്ട് തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിസ്ബുള്ളയെ അടിക്കുന്നുണ്ട്, പക്ഷെ റോക്കറ്റൊക്കെ വിടുന്നുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് ലക്ഷ്യം കാണുന്നില്ല എന്നുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു അത്തരത്തിലുള്ള വാർത്തകളൊന്നും വരാത്തത്. നമ്മൾ 600 സ്ഥലങ്ങളിൽ വ്യോമാക്രമണം ഇസ്രായേൽ നടത്തിയ വാർത്ത കേട്ടു. ഇപ്പൊ മരണസംഖ്യ 590 കടന്നിരിക്കുന്നു. അത് ഔദ്യോഗികമായിട്ട് അവർ പറയുന്നതാണ്, പക്ഷെ 700-ന് അടുപ്പിച്ച് വരുമെന്ന അനൌദ്യോഗിക റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഹിസ്ബുള്ള നസ്രയത്തിലേക്ക് ആക്രമണം നടത്തി എന്ന് കേൾക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ആക്രമണം നടത്തിയത് മാത്രമാണ്, ഒന്നും ലക്ഷ്യം ബാധിച്ചില്ല. അല്ലെങ്കിൽ നസ്രയത്തിൽ ബോംബിട്ടു എന്ന് പറഞ്ഞ വാർത്തകൾ വന്നേനെ. അങ്ങനെ കേൾക്കുന്നു. അപ്പോ ഇനിയിപ്പോ ഇസ്രായേലിന്റെ മുന്നിൽ നസറുള്ള എന്ന് പറയുന്ന ഹിസ്ബുള്ളയുടെ ഏറ്റവും വലിയ തലവനാണ് ഉള്ളത് എന്നുള്ളതാണ്. അതിനിടയിലാണ് ഈ മൊസാദിന്റെ ഈ ഹെഡ് ക്വാർട്ടേഴ്സിന് നേരെ ബോംബ് ബാലിസ്റ്റിക് മിസൈൽ അയച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ട് ഇപ്പൊ ബിജേട്ടൻ പറയുന്നത്. അപ്പോ ഹിസ്ബുള്ളയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഹിസ്ബുള്ളയുടെ അന്ത്യം ഏകദേശം അടുത്തു എന്നുള്ളതിന്റെ സൂചന തന്നെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതിന്റെ കൂട്ടത്തിൽ ഇപ്പോൾ സിറിയയും യമനും എല്ലാവരും കൂടെ ചേർന്ന സ്ഥിതിക്ക് വരും ദിവസങ്ങളിൽ എന്താകും ഇത് എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. പാകിസ്ഥാനല്ല, ചൈനയും അമേരിക്കയും റഷ്യയും യുദ്ധം നിർത്തണം എന്ന് പറഞ്ഞ് അപേക്ഷിച്ചിട്ടുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറഞ്ഞാൽ റഷ്യ യുദ്ധം നിർത്തണം എന്ന് പറഞ്ഞ് അപേക്ഷിക്കുന്നതാണ്. അമേരിക്കയാണ് ആയുധം സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക പറയുന്നു. ചൈന ബയോ വാർ നടത്തിയ ചൈന പറയുന്നു യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല മക്കളെ. ഇന്ത്യ പറഞ്ഞെങ്കിൽ പിന്നെയും കേൾക്കാൻ ഒരു സുഖം ഉണ്ടായിരുന്നു. പക്ഷെ ഇവര് 3 പേരും സംയുക്തമായിട്ട് ചേർന്നിട്ടാണ് പറയുന്നത് യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല. പ്രത്യേകിച്ച് റഷ്യൻ പ്രസിഡന്റ് ഇന്ന് രാവിലെയാണെന്ന് തോന്നുന്നു അല്ലേ മറ്റേ വാർത്ത പുറത്തു വിട്ടത്, മറ്റേ യുക്രൈനിലെ സ്ഥലങ്ങൾ പിടിച്ചെടുത്തെന്ന് പറഞ്ഞു അടികൂടി. അങ്ങനെ സ്ഥലങ്ങൾ പിടിച്ചെടുത്ത് ഇന്നലെ കൊണ്ട് വാരി വിതറിയിട്ട് പോയായിരുന്നു. മിസൈലും ഡ്രോണുകളും ഒക്കെ വാരി വിതറി പോയതേ ഉള്ളൂ പുള്ളി. എല്ലാം വാരി വെതറി പോയിട്ട് ഇന്ന് വന്നിട്ട് പറയുകയാണ് യുദ്ധം ഒന്നിനും ഒരു പരിഹാരമെന്ന മക്കളെ, യുദ്ധം നിർത്തണം, പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരണം എന്ന് പറയുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ചില രസകരമായിട്ടുള്ള സംഭവങ്ങൾ കൂടെ ഇതിനകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പൊ ഇനി അടുത്ത ഏത് തലവനെയാണ് വധിക്കാൻ പോകുന്നത്? നസറുള്ളയാണോ അല്ലെങ്കിൽ ഇനി വേറെ യമനിലെ ഹൂതികളാണോ? ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നത് ഹിസ്ബുള്ളയെ കൂടെ ആക്രമിച്ച് ഷെഡിൽ കയറ്റി കഴിഞ്ഞാൽ ഇപ്പൊ ഹമാസിന്റെ നടു ഒടിഞ്ഞു, ഇപ്പൊ ഹിസ്ബുള്ളയെ ഒടിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്തത് നോക്കി വെച്ചിരിക്കുന്നത് യമനിലെ ഹൂതികളെയാണ്. അതാണെങ്കിൽ ഇന്ത്യക്കും ഉണ്ട് കുറച്ച് ഗുണങ്ങൾ. കാരണം ഇന്ത്യ ഇപ്പൊ ഒരു കോറിഡോർ UAE വഴിയൊക്കെ തുറന്നിട്ടുണ്ട്. അപ്പൊ അതുവഴിയൊക്കെ നമ്മുടെ ചരക്കൊക്കെ പോകുമ്പോൾ ഇവന്മാർ അവിടെ ഭയങ്കര ശല്യമാണ്. ഹൂത്തികളെ ഇസ്രായേൽ അറ്റാക്ക് ചെയ്യില്ല. ഹൂത്തികളെ അറ്റാക്ക് സൗദിയാണോ അറ്റാക്ക് ഈ അല്ലല്ല, ഈ അമേരിക്കയാണ് അവരുടെ കൊട്ടേഷൻ എടുത്തിരിക്കുന്നത്. ഹൂത്തികളെ തീർക്കാനുള്ള കൊട്ടേഷൻ എടുത്തിരിക്കുന്നത് ഫുൾ അമേരിക്ക. കാരണം അത് സൗദിയുടെ പ്രൊട്ടക്ഷൻ
ഈ ഹൂത്തികളല്ലേ ചേട്ടാ ഈ സൗദിയുടെ മെക്ക മദീനയിലോട്ടൊക്കെ റോക്കറ്റ് അയക്കുന്നത്? അതെ 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 അതെ. അതായത് ഈ ഹൂത്തികളുടെ കൊല്ലാനുള്ള കൊട്ടേഷൻ എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൗദി അറേബ്യയുടെ സംരക്ഷണം അമേരിക്കൻ സേനയ്ക്കാണ്. അപ്പം ഈ സൗദിക്കെതിരെ വരുന്ന ഏത് ആക്രമണത്തെയും തടുത്തു നിർത്തി സംരക്ഷണ കവചം ഒരുക്കേണ്ട ഡ്യൂട്ടി ഉള്ളത് അമേരിക്കയ്ക്കാണ്. അപ്പൊ അതുകൊണ്ട് ഹൂത്തിയുടെ കൊട്ടേഷൻ മുഴുവൻ അമേരിക്കയ്ക്ക്. അതുകൊണ്ടാണ് അവന്മാർ ഇടയ്ക്കിടയ്ക്ക് ഈ ചെങ്കടലിൽ കിടക്കുന്ന ഷിപ്പിൽ നിന്ന് എബ്രാഹിം ലിങ്കണോ അതിൽ നിന്നൊക്കെയുള്ള വാർഷിപ്പിൽ നിന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോ മിസൈൽ എടുത്ത് ഹൂത്തി കേന്ദ്രത്തിൽ അടിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ടാണ്. അത് ഇസ്രായേൽ ഇടപെടേണ്ട ആവശ്യമില്ല ഹൂത്തികളെ കൈകാര്യം ചെയ്യാൻ. അതായത് സഖ്യകക്ഷികളുണ്ട്, അമേരിക്ക ബ്രിട്ടൻ ആ ഒരു ടീമുണ്ട്. ഹൂത്തികൾ കേട്ടില്ല. പിന്നെ ഇറാഖിലുള്ള കേസുകളും ഈ മിലിഷ്യൻസിന്റെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, ഇറാഖ് IS-ന്റെ ഒക്കെ, അതും അമേരിക്ക സെറ്റിൽ ചെയ്യുന്നത്. ഇസ്രായേലിന് ആകെ നോക്കുന്നത് ഹിസ്ബുള്ള ഹമാസിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഞാൻ പറഞ്ഞില്ലേ ഹൂത്തികളായാലും ബാക്കി അമേരിക്കൻ സഖ്യകക്ഷികളും അത് നേരത്തെ തന്നെ ഉള്ള ഒരു കൊട്ടേഷനാണ്. ഞാൻ പറഞ്ഞില്ലേ ഈ ഹൂത്തികൾ എന്ന് പറഞ്ഞാൽ സൗദി കൊടുത്ത കൊട്ടേഷനാണ് ഹൂത്തിയുള്ളത്. അത് അമേരിക്ക കാലാകാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇറാഖിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. ഇതിനകത്ത് ഇസ്രായേലിന് വേറെ ഒന്നുമില്ല. പിന്നെ അവരുടെ അടുത്തുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇങ്ങനെ ഹൂത്തികളും മറ്റുമൊക്കെ ഇസ്രായേലിലേക്ക് വിടുന്ന മിസൈലും മറ്റുമൊക്കെ വരുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അതല്ലേ ഹൂത്തികളെ അനങ്ങാത്തത്. ഇല്ലെങ്കിൽ അവർക്ക് അവരിൽ നിന്ന് നല്ല ശക്തമായിട്ട് അടിക്കാൻ പറ്റത്തില്ല. കാരണം അതിന് ചുറ്റും കടലില് ഈ വാർഷിപ്പ് കൊണ്ട് നിരത്തിയിട്ടിരിക്കുക ഈ അമേരിക്ക ഉൾപ്പെടെ ഉള്ളത്. അടിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ കയറി അവരടിച്ചിട്ട് പോകും. അതാണ് ഇസ്രായേലിന്റെ വേറൊരു ബലം. എന്നിട്ടാണ് അമേരിക്ക പറയുന്നത് യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുള്ള രീതിയിൽ അമേരിക്ക. കാരണം ഇപ്പുറത്തെ സൈഡിൽ മറ്റേ ഡെസ്ട്രോയിഡ് കൊണ്ട് 2 ഇട്ടേക്കാണ്, അപ്പുറത്തെ സൈഡിൽ USS ട്രോജനോ അങ്ങനെ കൊണ്ടൊരു വിമാനവാഹിനി കപ്പൽ കൊണ്ടിട്ടേക്കാണ്, താഴെ എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന ഒരു ദ്വീപിന്റെ അത്രയും വലിപ്പമുള്ള ഒരു കപ്പൽ കൊണ്ടിട്ടിരിക്കുകയാണ്, സൈനികരെ അമേരിക്ക കൊടുത്തിരിക്കുകയാണ്. പെന്റഗൺ പറയുന്നില്ല എത്ര വരെയാണ് കൊടുത്തത്, എല്ലാം കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് അവസാനം പറയും യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് പറയുകയും ചെയ്യും. അപ്പൊ അങ്ങനെയാണ് കാര്യം. അപ്പൊ വരുന്ന മണിക്കൂറുകളിൽ നമുക്കറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇസ്രായേലിന്റെ അടുത്ത നീക്കം എന്താണ്, മൊസാദിന്റെ അടുത്ത നീക്കം എന്താണ് എന്നൊക്കെയുള്ളത്. താങ്ക് യു ബിചേട്ടാ, താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.